അവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. ഓ നല്ല വായനയാണ്, ഞാനും വായിക്കും. ചെറിയ കുട്ടിയായി തന്നെ ഞാനാണ് അവനക്ക് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത്. പ്രായത്തിനെ കവച്ച് വെക്കണ വാക്സാമർത്ഥ്യവും കഴിവും ഓനക്കുണ്ട്. അതാവും ഓൻ്റെ ടീച്ചർമാർക്കൊക്കെ ഓനോട് നല്ല മതിപ്പാണ്. ഓൻ ഇല്ലാത്ത നേരത്തെ ഞാൻ ഓൻ്റെ മുറിയിൽ ഇടയ്ക്ക് കയറാറുണ്ട്. പുസ്തകം നോക്കാനെന്ന് പറഞ്ഞിട്ടാ ഞാൻ കയറൽ. പക്ഷെ ഈ അടുത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, ദിവസവും ഓൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുക. റൂമിനുള്ളിൽ ഒരേ ഒരു ഇരിപ്പാണ്. ആ മുറിക്ക് ഒരു പ്രത്യേക മണം വന്നു തുടങ്ങി. മുഷിപ്പും വെറുപ്പും മടുപ്പും കൂടിച്ചേർന്നൊരു മണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറംപണിക്ക് പോകുമ്പോഴുള്ള ഓൻ്റെ ആ നോട്ടവും ഓൻ അവസാനിപ്പിച്ചു. ആ പഠിക്കേക്കാരെന്ന് ഞാനും കരുതി. പക്ഷേങ്കിൽ ഓൻ്റെ ഉമ്മാക്ക് ഒരേ പരാതി, മോൻ വീട്ടിലുള്ളത് അറിയണ പോലും ഇല്ലാന്നാ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓൻ്റെ മുറിയിലൊന്ന് കയറി നോക്കി. വലിച്ചു വാരിട്ട് ഒരു കഥ. ആ എന്തൊക്കെ ആയാലും ഈ ഇരുത്തൊക്കെ ഓനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു സമാധാനം. പോലീസുകാർ വന്നിരുന്നു. ഓൾക്കും മരണകാരണം ഊഹഭോഗങ്ങളേ ഉള്ളൂ. ഓനെ ഒറ്റയ്ക്കിരുത്താൻ പാടില്ലായിരുന്നു എന്നാ ഓലൊക്കെ പറഞ്ഞത്. ഓൻ ആ മുറിയിലിരുന്ന് പഠിക്കായിരുന്നില്ല. മെല്ലെ മെല്ലെ വളരെ മെല്ലെ ഓൻ തകരായിരുന്നു.